ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, പൊതുവെ എല്ലാവരും പീരീഡ്സ് ആവാൻ നേരത്ത് പാഡാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനും പണ്ട് എപ്പോഴും പാഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ. അപ്പം പാഡ് യൂസ് ചെയ്യാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, പിന്നെ ലീക്കാവും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ കഴിഞ്ഞൊരു 10 മാസത്തിൻ്റെ അടുത്തായി ഞാൻ മെൻസ്ട്രുവൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ എല്ലാവരും യൂസ് ചെയ്യാൻ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി ഡോക്ടറാണ്, ഇപ്പോൾ ചേച്ചിനോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, നല്ലതാടി, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതെന്ന് പറയും. പിന്നെ എൻ്റെ കസിൻ ഫാർമസിസ്റ്റാണ്. അപ്പോൾ ഞാൻ അവളോട് ഏതാണ് നല്ലത്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവളും പറഞ്ഞ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നു, പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അവൾ. അപ്പോൾ അവൾക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ചത്തൊന്നും പോകത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു ഏതാണ് നല്ലതെന്ന് ചോദിച്ചപ്പം പലരും പലത് പറഞ്ഞപ്പം അവൾ എനിക്ക് പറഞ്ഞു തന്നത് സിറോണയുടെ മെൻസ്ട്രുവൽ കപ്പാണ് കേട്ടോ. അതെ, അപ്പം അവൾ പറഞ്ഞ അവർ ഹോസ്റ്റലിൽ ആരൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയില്ല, ഏതാണെങ്കിലും നല്ലതായിരിക്കും, സംഭവം എല്ലാം ഒരുന്ന് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് നല്ല ചീത്തമൊന്നും പറയാം. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പം ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരുപാട് നാളായതുകൊണ്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് വരുന്നത് ഇങ്ങനെയാണ്. അതെ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സംഭവം പാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ഇതിനകത്ത് ഇതിങ്ങനെ ഒരു കവർ ഉണ്ടാവും, അതിൻ്റെ അകത്താണ് നമ്മുടെ സാധനം വരുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ വാങ്ങിച്ചത്. മീഡിയമാണ്. നിങ്ങൾക്ക് ഡെലിവറി കഴിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോള് മതിയാവും. അപ്പം ഞാൻ ഇങ്ങനെ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി എനിക്ക് ഏത് സൈസായിരിക്കും പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് സ്മോള് മതിയാവും, ചിലപ്പോൾ ഇനിയിപ്പോൾ മീഡിയം ആകാം. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് മീഡിയം വാങ്ങിച്ചു. അപ്പോൾ യൂസ് ചെയ്യാണ്ട് ഭയങ്കര പാടായിരുന്നു. കാരണം ആദ്യമേ നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത സാധനമാണല്ലോ. അപ്പം നമുക്ക് ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. കാരണം ആദ്യത്തെ 1-2 യൂസിലൊക്കെ ചെറിയൊരു ഇത് ഉള്ളോട്ട് വെക്കാൻ നേരത്തെ ഒരു ഇറിറ്റേഷനും പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ 3ാമത്തെ പീരീഡ്സ് ആവാൻ നേരത്ത് നമുക്കിത് സ്വാഭാവികമായിട്ടും നമ്മളത് ശീലിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അതുവരെയുള്ള പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാനിത് യൂസ് ചെയ്തപ്പം ഇത് ഭയങ്കര സോഫ്റ്റാണ്. കേട്ടോ, സോഫ്റ്റാണ്, എങ്ങനെ വേണമെങ്കിലും സ്ട്രെച്ച് ആവും, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മരം പോലെയൊന്നുമില്ല ഇരിക്കുന്നത്, നമുക്ക് ഉള്ളിലോട്ട് വെക്കാനായിട്ട് ഭയങ്കര പാട് വരികയൊന്നും വേണ്ട. അപ്പോൾ ഇത് 2-3 ഫോൾഡ് ചെയ്തായിരിക്കും വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറേ നാളായതുകൊണ്ട് ഞാൻ ആ പേപ്പറൊക്കെ പണ്ടേ കളഞ്ഞു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഞാനത് കളഞ്ഞായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പല രീതിക്ക് യൂസ് ചെയ്യാം. അതായത് പല രീതിക്ക് ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടാണ്. ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിങ്ങനെ മടക്കി കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒരു യൂസ് ചെയ്യാം. ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് വിടുമ്പോൾ ഇത് തന്നെ തുറന്നു വന്നോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ജസ്റ്റ് ഈ നടുക്കുന്ന ഒന്ന് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ളോട്ട് വെക്കുമ്പോൾ തന്നെ തുറന്നു വന്നോളൂ. അഥവാ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വെച്ചതിന് ശേഷം നടക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി അത് ശരിയായിക്കോളൂ. ടെക്കെന്നൊരു സൗണ്ട് കേൾക്കും. അതാണ് എൻ്റെ ഇത് കേട്ടോ. പിന്നെ ഒരു ഫോൾഡും കൂടി ഉണ്ട്, 7. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ 7 മതി. ഇതിനൊക്കെ ഒരു പേരുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും കണ്ടോ, 7 പോലെ ഇരിക്കും. 7 അതും ഇതേപോലെ തന്നെ കണ്ടോ, ഇവരൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പേരുണ്ടാകുമെന്ന് എനിക്കറിയാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ കുറേ ഇത് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സമയം കിട്ടി അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതാക്കി, അതാകുമ്പോൾ പെട്ടെന്ന് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് വിടുന്ന ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഇത് 7 ഒട്ടും പറ്റിയിട്ടില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, അത് രണ്ടും മാത്രമേ എനിക്ക് വർക്കായിട്ടുള്ളൂ. ഒന്ന് ഇതിങ്ങനെയും ഒന്ന് ഇങ്ങനെയും വെറുതെ ഒരു ഫോൾഡ് കണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇത് മാത്രമേ എനിക്ക് വർക്കായിട്ടായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഇന്ന ബ്രാൻഡ് വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. എന്തായാലും എല്ലാം സെയിമായി. ഇപ്പം എൻ്റെ കയ്യിൽ ഇതായിരിക്കുന്നത്, പക്ഷേ എൻ്റെ കസിൻസൊക്കെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ആ കഥ ഞാൻ പറഞ്ഞില്ലല്ലോ.
അവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇത് ഈ ഫാമിലിയിൽ എൻ്റെ കസിൻസിൻ്റെ ഇടയിൽ ഞാനാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു 3 മാസമൊക്കെ കഴിയാന്ന് ഞാൻ എല്ലാവരും പേടി, ഇത് സൂപ്പറാണ്, ഇത് വാങ്ങിക്കുക, അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചാന്നൊക്കെ ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ ഇല്ല ബിബി എനിക്ക് പേടിയാണ്, ചക്കയാണ് വാങ്ങിയതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ ഈ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അവളെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി, നീ ഒരു ഫാർമസിസ്റ്റ് അല്ലേ, നിൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് പോലും നിനക്ക് ഇത്ര പേടിയാണോ, അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചാന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയും എനിക്ക് പേടിയാണ്. എന്നിട്ട് അവൾ തന്നെ ഇത് തന്നെ വാങ്ങിച്ചിട്ടാ, വേറെ ഒന്നുമല്ല, ഇത് തന്നെ വാങ്ങിച്ചിട്ടാണ് അവൾ യൂസ് ചെയ്യുക. അവൾ സ്മോൾ, അവൾ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു സ്മോൾ മതിയാവും. അവൾക്ക് ഡൗട്ട് കാരണം അവൾ സ്മോളും മീഡിയവും വാങ്ങിച്ചു, പക്ഷെ അവൾക്ക് സ്മോൾ മതിയായിരുന്നു, അത് വേറെ കാര്യം. എന്നിട്ട് അവൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയാണ്, ബാത്റൂമിൽ പോകുന്നത് എന്നെയും കൂടി വിളിച്ചു, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. പിന്നെ അതുകൊണ്ട് പുള്ളിക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല, പിന്നെ പുള്ളിക്കത് മതി. അങ്ങനെ പിന്നെ അടുത്താണ് എൻ്റെ അനിയത്തി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിനോട് ഞാൻ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പാഡ് വാങ്ങിച്ച് ഒരുപാട് പൈസ കളയോടി, നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും. ഞാൻ പറയണല്ലേ, എനിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര പേടി. ഇങ്ങനെ കൈ മുറിയുക, പൊട്ടുക, വേദന എടുക്കുക, അതൊക്കെ എനിക്ക് പേടിയുള്ള കാര്യം. ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യൂസ് ചെയ്ത്, അവളിപ്പോൾ സ്ഥിരമാക്കിയത് തന്നെ. പിന്നെ ഇവരിപ്പോൾ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്, മെൻസ്ട്രൽ കപ്പാണ്. ഇപ്പോൾ പാഡ് ഒരാൾ മാത്രമേ ഉപയോഗിക്കുന്നത്. അവർക്ക് ഇപ്പോൾ താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഭയങ്കര. വേറൊന്നുമല്ല, നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മൾ എനിക്ക് ഒരു മാസം പാഡ് വാങ്ങിക്കാനായിട്ട് എത്രയാവുമെന്നറിയാവും? ഞാനൊരു ചെറിയ പാക്കറ്റ് പാഡ് വാങ്ങിക്കും, ഒരു വലിയ പാക്കറ്റ് വാങ്ങിക്കും. ഒരു വലിയ പാക്കറ്റ് പാഡിന് എന്തോ എത്ര 80 രൂപയോ 80-90 എന്തോ ആണ്. പിന്നെ ഒരു ചെറുതിന് 30. രണ്ടും കൂടെ കൂടാൻ നേരത്തെ 100ക്ക് മേലെയാവും. എങ്ങനെയാ വന്നാലും 150 കൂട്ടുക. 150 അല്ല, ഒരു 130 വെച്ച് ഓരോ മാസം കൂടെ കൂട്ടി വരാനകത്ത് ഒരു വലിയ എമൗണ്ട് ആവുമല്ലോ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് എനിക്കെന്തോ ഓഫറിൽ കിട്ടിയതായിരുന്നു. ഞാൻ വാങ്ങിച്ച ടൈമിന് ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫറിൻ്റെ ടൈമിന് എനിക്കെന്തോ എത്രയായിരുന്നു, എന്തായാലും 500 താഴെയായിരുന്നു എനിക്കിത് കിട്ടിയത്. ആ 500 രൂപ നമ്മളൊരു 5 മാസത്തെ പാഡ് വാങ്ങിക്കണം, പൈസ കൂട്ടി വെക്കാണെങ്കിൽ നമുക്കിത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് 10 വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. കാരണം അത്ര നാളൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് നോക്കാം നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ലീക്കിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാവരും ഈ ലീക്കിൻ്റെ കാര്യം. എനിക്ക് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തപ്പം പീഡ്സ് ആൻഡിന് അന്നത്തെ ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പം എനിക്ക് ലീക്കായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചു, ഇത് പണ്ടാരം ഇത് വാങ്ങിക്കേണ്ടായിരുന്നു, ലീക്കാവും, ഇതിന് നല്ലൊരു പാഡ് തന്നെയെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പിന്നെ അടുത്ത മാസം കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ ദിവസം ലീക്കായിരുന്നു. അത് പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനത് വെക്കണേൻ്റെ ഒരു ശരിയല്ലായ്മയാണ്. കാരണം ഞാനത് നേരെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോരുമായിരുന്നു. അപ്പം നന്നായിട്ട് വിടർന്നാൽ മാത്രമേ നമുക്ക് അത് ബ്ലഡ് ലീക്ക് ആവാണ്ടിരിക്കത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഓവർ ബ്ലീഡിങ് വരികയാണെങ്കിൽ ചിലപ്പോൾ ലീക്കാകാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ വലിയ പാടൊന്നുമില്ല, എടുത്ത് കഴുകുക, വെക്കുക, അങ്ങനെ വെക്കണം. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾ ചൂടുവെള്ളത്തിട്ട് കഴുകി വെക്കുകയും ചെയ്യണം. അപ്പോൾ വലിയ പാടൊന്നുമില്ല. അങ്ങനെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ലീക്കേജ് ഒന്നും പറ്റില്ല. എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ യൂസിന് മാത്രമേ എനിക്ക് അങ്ങനെ 2 വട്ടം സംഭവിച്ചുള്ളൂ. പിന്നെ ഉള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒന്നാമത്തെ കാര്യം പീരീഡ്സ് ആവുന്ന നേരത്ത് ഇറിറ്റേറ്റ്, ഭയങ്കര എന്താ പറയുക, ബ്ലീഡിങ് വരാൻ നേരത്ത് അവിടെ മൊത്തം നനയെ, ഒരു തണുപ്പ്, ഈ ഈർപ്പം, അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാഡൊക്കെ വെച്ച് ചെയ്യാൻ നേരത്ത് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എണീക്കത്തില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്താണെന്ന് എനിക്കറിയാമല്ലോ, എനിക്ക് ഭയങ്കര അസ്വസ്ഥത. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടലും, പാഡിൻ്റെ ആ ഒരു അസ്വസ്ഥ, പിന്നെ ഈ ചൊറിച്ചിൽ, ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ അടഞ്ഞിരിക്കാൻ നേരത്ത് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മിക്കപ്പോഴും ഞാൻ ഓയിൻമെൻറ്റും അതും ഇതൊക്കെ യൂസ് ചെയ്ത് നടക്കുന്ന ആളാണ്. ചൂടുവെള്ളത്തിൽ കഴുകൽ, അങ്ങനെയാണ് ഞാൻ എപ്പോഴും. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ പെയിൻ്റെ ഇടക്ക് ഇതെല്ലാം കൂടി സഹിക്കേണ്ട ആവശ്യമില്ല. കാരണം വയറുവേദനയും ഇറിറ്റേഷനും, എവിടെയെങ്കിലും ഇരുന്ന ബ്ലഡ് പറ്റുമോ, അങ്ങനെയാണ് ചക്കനും അങ്ങനെ കുറേ സാധനം. പിന്നെ ഇതിങ്ങനെ ഇരിക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ടും. പിന്നെ അതല്ലാണ്ട് ഇപ്പം നമുക്ക് പെയിൻ കുറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം പെയിൻ കുറക്കാൻ പറ്റുമൊന്നും ഇതിനകത്തില്ല. എങ്കിലും നമുക്ക് ആ ഒരു അസ്വസ്ഥതയൊക്കെ സഹായിക്കും. നമുക്ക് അത്രയും പെയിനായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം മാറിയാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമായിരിക്കും. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഇരിക്കാനകത്ത് ഇവിടെ ഇരിക്കാൻ ലീക്കാവുന്നുള്ള ടെൻഷനും വേണ്ട. എന്തായാലും നല്ല യൂസ് ആയിട്ടുള്ള സാധനം, എനിക്ക് നന്നായിട്ട് വർക്കായി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യമല്ലേ, ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ എന്തോരം പൈസ വെറുതെ കളയുന്നു. അപ്പം നമ്മളൊരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ചിലപ്പോൾ ഓഫറിലൊക്കെ എന്തോ 399 രൂപയ്ക്കൊക്കെ കിടക്കണതാണ്. ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്.
കാരണം ഇനി ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനൊക്കെ ചുമ്മാ നോക്കാറുണ്ട്, അപ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഓഫറിൽ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഒരേപോലെയൊക്കെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമുള്ളതായിട്ട് തോന്നുന്നു, കാരണം ഇവിടെ എല്ലാവരും കയ്യിൽ പലതായി, ഒരാളുടെ കയ്യിൽ മാത്രം ഒരേപോലെയുള്ളൂ, പലതായിരിക്കണം. അതെല്ലാം കണക്കാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ അനിയത്തിക്ക് കിട്ടിയായിരുന്നു, ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അതാണെങ്കിലും മതി, ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇത്ര വയസ്സ് വരെയുള്ളവർക്ക് കിട്ടും. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും, മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഐ പ്രോമിസ്, ഞാൻ ഉറപ്പ് പറയാൻ, നിങ്ങൾ എന്തായാലും ഇത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ ബൈ.